ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും മോളും കൂടി റെഡി ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഓണത്തിന് അവിടെ ആയതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. പക്ഷേ ഇച്ചിരി കഴുത്തൊക്കെ പണി കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാനും മോളും കൂടി ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്നതിന് ശേഷം അനിയത്തിയെയും കൊച്ചിനെയും ഉള്ള ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. കൊച്ചിനൊരു മുണ്ടും ഷർട്ടും എടുക്കണമായിരുന്നു. അങ്ങനെ മുണ്ടും ഷർട്ടും പിന്നെ അല്ലറ ചില്ലറ പർച്ചേസൊക്കെ ചെയ്ത് ഞങ്ങൾ വേണ്ടി പോയത് സിത്താരയിലേക്കാണ്. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. തലേ ദിവസത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു സിത്താരയിൽ. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് കൊച്ചിനുള്ള മുണ്ടും ഷർട്ടും ഞങ്ങൾ സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ മിറർ കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കൊച്ചിന് മുണ്ടും ഷർട്ടും സെലക്ട് ചെയ്ത്, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിന് ഷർട്ടും വേണമായിരുന്നു. അങ്ങനെ ഷർട്ടൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയായിരുന്നു. റൊസാരിയോ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ മോളവൻ അനിയത്തിയുടെ മോൻ പഞ്ഞിക്കിടുകയായിരുന്നു. വയറ്റത്തൊക്കെ പിടിച്ച് കടിച്ച് ആകെ സീനാക്കി കളഞ്ഞു. അതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അവൻ വന്ന് സോറിയൊക്കെ എന്നോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പിന്നെ ജെയ്ബി വന്നതിന് ശേഷം ഞാനും എൻ്റെ മോളും ഹസ്ബൻഡും കൂടി ഞങ്ങൾ പലാസ് റോഡിൽ പോയി പൂവൊക്കെ വാങ്ങിച്ചു. മുല്ലപ്പൂവിന് ഒരു മുഴം 100 രൂപയാണ്. ഇന്ന് നാളെ അതിൻ്റെ ഇരട്ടി ആഗ്രഹമായിരിക്കാം. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു മുഴം പൂവൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോന്നു. വാഴലയും ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണം. നമുക്ക് ഇപ്രാവശ്യം വാഴല എടുക്കാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് വാഴലയും നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതൊക്കെ വെച്ച് വീട്ടിലേക്ക് നേരെ പോവാണ്. വീട്ടിൽ ചെന്ന് പിന്നെ അമ്മ എനിക്ക് ഉള്ളിക്കറി വെക്കണമായിരുന്നു. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇളക്കാൻ വേണ്ടി എനിക്ക് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞങ്ങൾ താമസിക്കണം അങ്ങോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ സ്റ്റാച്യു ജംഗ്ഷനാണ്. എല്ലാ വർഷവും എല്ലാ പരിപാടിയും അവിടെ അലങ്കരിക്കും. അങ്ങനെ വീട്ടിൽ വന്ന വഴിക്ക് അമ്മ 2-3 സാധനങ്ങളും കൂടി വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നാളെ തിരുവോണമായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കാം. എല്ലാവർക്കും നല്ല ദിവസം.